അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെയും മറ്റ് ഭൗതിക അനുഭവങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ എന്ന മഹാസന്യാസി മഹാതാപസൻ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ രചിച്ചു തന്ന 100 ശ്ലോകങ്ങൾ കൊണ്ട് തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്ന ഒരു കൃതിയാണ് ശിവശതകം. ഗുരുവിൻ്റെ ശിവസ്തോത്രമാണ്. ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇത് മൃഗേന്ദ്രമുഖ എന്ന വൃത്തത്തിലാണ് ഗുരു നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതിനുള്ളിൽ വന്ദന ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വന്ദന ശ്ലോകങ്ങൾ കൊണ്ട് വന്ദിച്ചിട്ട് ഗണപതിയെയും സരസ്വതിയെയും സുബ്രഹ്മണ്യനെയും ദക്ഷിണാമൂർത്തിയായ ഗുരുവിനെയും നമസ്കരിച്ചതിന് ശേഷം ശിവന്റെ കേശാദിപാദ വർണ്ണന നടത്തിയിട്ടാണ് ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ഈ സംസാര ബന്ധം അറുത്ത് എന്നെ എത്തിക്കണമേ എന്ന് ഭഗവാൻ അർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും പ്രാർത്ഥനാരൂപത്തിലുള്ള ഒരു സ്തോത്രം കൂടിയാണ് ശിവശതകം. അഴകൊടു ഭാരതയുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. ആരെക്കുറിച്ചാ പറയാ? അഴകൊടു ഭാരത യുദ്ധമദ്രികിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം. ആരാണ്? ഗണപതി അല്ലേ? അപ്പൊ അടുത്ത ശ്ലോകം, അരുമറ നാലുമൊരിക്കലോടി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർനാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. പരിമള ഭാരതി ആരാ? സാക്ഷാൽ സരസ്വതി ദേവി അല്ലേ? സരസ്വതിയെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കരിമുകിൽ വർണ്ണൻ കൃഷ്ണനല്ല കേട്ടോ. കൃഷ്ണദ്വൈപായന മഹർഷിയാണ് ഈ വേദങ്ങളെ നമുക്ക് 4ആയിട്ട് പകുത്തു തന്നത്, വ്യസിച്ച് തന്നതെന്ന് നമുക്കറിയില്ലേ. വേദവ്യാസ മഹാമുനിയുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. അപ്പം അതുകൊണ്ടാണ് കരിമുകിൽ വർണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ദേവി ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ തിരുവള്ളുവർക്ക് കൂടി പരമതു വള്ളുവർനാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി. കണ്ടോ, ആ തമിഴ് സിദ്ധന്മാരോട് ഗുരുവിന് പിന്നെയും ആ ഒരു ഇഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കനകമയിൽ മുകളേറി വേലുമേന്തി കനിവൊടു കണ്ണിണ കൺകണം നിറഞ്ഞു ജനിമരണ ചുടുകാടിലാടി വെണ്ണീർ അണിതിരുമേനി തുണയ്ക്കണം സദാമേ. കനകമയിൽ മുകളേറി വേലുമേന്തി ആരെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? സുബ്രഹ്മണ്യനെ കുറിച്ച്. അപ്പൊ ഈ അവധൂത കാലഘട്ടത്തിലാണ് തൃപ്പാദങ്ങൾ ഈ കൃതി രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്തോത്ര രചനയുടെ രീതി അനുസരിച്ച് ഇത് അവധൂത കാലഘട്ടത്തിൽ തന്നെ എഴുതിയതാവാനാണ് സാധ്യത. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞുവല്ലോ, ഈ സുബ്രഹ്മണ്യൻ ഗുരുവിന്റെ ഉപാസനാമൂർത്തി കൂടിയാണ്, കൂട്ടുകാരൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ പ്രത്യേകം അവിടെ സ്മരിച്ചിട്ടുള്ളത്. തന്നെയല്ല, ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ സുബ്രഹ്മണ്യനെ സ്തുതിക്കാതിരിക്കുന്നത് മോശമല്ലേ? ഇനി പ്രാർത്ഥിച്ചിരിക്കുന്നത് ആരെയാ? സനക സനന്ദ സനത് കുമാരർ മുൻപാം മുനിജനമോടുപദേശമോദി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തടലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. ആരാണ്? സനക സനന്ദ സനത് കുമാരന്മാർ. ആരാ ഇവര്? ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അപ്പം മോക്ഷകാംക്ഷികളാണിവർ. അപ്പം ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ്. അതായത് തെക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശിവന്റെ രൂപം. പ്രപഞ്ചത്തിൻ്റെ ആദിയിൽ ഒരു കല്ലാൽ തണലിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ, യുവാവായ ഭഗവാൻ കേട്ടോ, അതായത് യുവാവായ ശിവൻ തന്നേക്കാൾ പ്രായമുള്ള സന്യാസി വര്യന്മാർക്ക്, ഈ സനക സനന്ദ സനത്കുമാരന്മാർ എന്ന് പറയുന്നത് അവർ മോക്ഷീച്ഛുക്കളാണ്. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തെക്കാൾ അഥവാ ദക്ഷിണാമൂർത്തിയേക്കാൾ പ്രായമുള്ളവരാണ്. ഭഗവാൻ ഒരു യുവാവാണ്. അപ്പോൾ യുവപുരുഷനായ ഭഗവാൻ അവർക്ക് ഉപദേശം ഓതിക്കൊടുക്കുന്ന രൂപത്തിലുള്ള ഗുരുഭാവത്തിലുള്ള ശിവന്റെ രൂപമാണ്, ശിവന്റെ ഭാവമാണ് ദക്ഷിണാമൂർത്തി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ അറിയാം, തെക്കോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ദക്ഷിണാമൂർത്തിയെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഏറ്റുമാനൂർ അമ്പലത്തിലൊക്കെ ചെന്നാൽ നമുക്കത് പ്രത്യേകമായിട്ട് എടുത്ത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഭഗവാനെ ദക്ഷിണാമൂർത്തിയായിട്ട് കൂടി പ്രതിഷ്ഠിച്ചിട്ട് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ദക്ഷിണാമൂർത്തി സ്തുതിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ശിവനെക്കുറിച്ചും ശിവന്റെ മനോഹരമായ കേശാദി
കേശാദിപാദ വർണ്ണന ചെറുപിറ ചെഞ്ചിടയിങ്കലാറുമേറും തിറമിയലും ഭണിമാലയും ത്രിപുണ്ട്രക്കുറികളും അമ്മദനൻ ദഹിച്ച കണ്ണും പുരികവും എന്നും എനിക്കു കാണണം തേ. ഭഗവാന്റെ മുടിയ, നെറ്റി, അതോടൊപ്പം പുരികം അല്ലേ, താഴേക്ക് വരുമ്പോൾ കണ്ണ്, ചുണ്ട്, മൂക്ക്, പല്ല് തുടങ്ങി ഒരു ഭാഗം പോലും വിട്ടുപോകാതെ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന നടത്തി ഭഗവാനെ പ്രസാദിപ്പിച്ചതിന് ശേഷമാണ് ഭഗവാനോട് തൻ്റെ കാര്യങ്ങളൊക്കെ ഗുരു അർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ അർത്ഥനാഭാവത്തിലുള്ള ഒരു സ്തോത്രമായിട്ടാണ് തൃപാദങ്ങൾ ഈ ശിവശതകം നമുക്ക് രചിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ അർത്ഥനാ സ്തോത്രമായി രചിച്ചു തന്ന മറ്റൊരു പഞ്ചകം, ശിവസ്തോത്രങ്ങളിലെ പഞ്ചകമാണ് എല്ലാവർക്കും അറിയാവുന്ന ശിവപ്രസാദ പഞ്ചകം. ശിവശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടും അരും പൊരുളേ. ഇവിടെയും ഈ പറഞ്ഞ അന്താതിപ്രാസം കാണാൻ സാധിക്കും. ഇതിലിങ്ങനെ ഇഴഞ്ഞ മട്ടിൽ ചൊല്ലേണ്ടെന്ന ഒരു പ്രാർത്ഥനയല്ല കേട്ടോ. ശിവശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. പൊരുളേ എന്നല്ലേ അവസാനിച്ചത്. അടുത്തത് എങ്ങനെ ആരംഭിക്കുന്നത്? പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, അങ്ങനെയാണ് അല്ലേ. അപ്പം അതിലെ ഓരോ ശ്ലോകങ്ങളിലും ഈ ഒരു അന്താതിപ്രാസത്തിൻ്റെ പോക്ക് കാണാൻ സാധിക്കും. 5 ശ്ലോകങ്ങളുണ്ട്. ഇതിലൂടെയും അർത്ഥിച്ചു തരുന്നത് ഈ സംസാര ബന്ധം അകന്ന് ഭഗവാനെ എനിക്ക് ശരണം പ്രാപിക്കാൻ സാധിക്കണമേ, ഭഗവാന്റെ തിരുമലരടികളിലേക്ക് എനിക്ക് വിലയം പ്രാപിക്കാൻ സാധിക്കണമേ എന്നുള്ള അർത്ഥനയാണിത് തോടക വൃത്തത്തിൽ. അപ്പം അതുകൊണ്ടാണ് ആ തോടക വൃത്തം കുറച്ച് ചടുല വൃത്തമാണ്, അത് കുറച്ച് ചടുല ഭാവത്തിലാണ് അത് പാടേണ്ടുന്നതും. അപ്പം അതുകൊണ്ടാണ് അത് ചടുല ഭാവത്തിൽ പാടാൻ പറഞ്ഞത്. അങ്ങനെ തോടക വൃത്തത്തിൽ ഭഗവാന്റെ മലരടികളിലേക്ക് ശരണം പ്രാപിക്കാനായിട്ട് ശരണ്യ വിഭുവായ ശങ്കരനായ മംഗളകാരിയായ ദുരിത നിവാരകനായ സങ്കടനാശകനായ ശിവനെ സ്തുതിച്ചുകൊണ്ടാണ് ശിവപ്രസാദ പഞ്ചകമെന്ന കൃതി എഴുതി തന്നിട്ടുള്ളത്.